കൂട്ടുകാരെ, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് മലയാളം അടിസ്ഥാന പാഠാവലി വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോഴ് നമ്മൾ ഏത് ചാപ്റ്ററാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഒരു മനുഷ്യൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ടീച്ചർ ഇന്ന് ചെയ്യാൻ പറഞ്ഞ ഒരു തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതില് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും. എല്ലാവരും അത് തിരുത്തിയിട്ട് എഴുതാൻ ശ്രമിക്കുക. നമുക്കതിന്റെ ഉത്തരം നോക്കാം. മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഇതിഹാസ തുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിന്റെ ചെറുകഥകൾക്ക് നോവലുകൾക്കുമെല്ലാം പൊതുവെയുള്ളത്. എന്നാൽ ശക്തമായ ആക്ഷേപഹാസ്യവും ചിലപ്പോൾ രൂക്ഷ പരിഹാസം തന്നെയുള്ള വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച് വായനക്കാരെ കേവല ആഹ്ലാദത്തിൽ നിന്ന് ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ബഷീർ ശൈലി താരതമ്യങ്ങൾക്കതീതമാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും മാനവികതവാദി എന്ന നിലയിലും മലയാളത്തിന്റെ ഈ പ്രിയ കഥാകാരന് വേറിട്ടൊരു സ്ഥാനം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത്. കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലെ ഒരു മരവ്യാപാരിയുടെ മൂത്ത മകനായി ജനിച്ച ബഷീർ ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായി തീർന്നിരുന്നു. സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഒരു പക്ഷേ അലഞ്ഞു നടന്ന് നേരിട്ട് പഠിച്ച ജീവിതാനുഭവങ്ങൾ ബഷീറിന്റെ രചനകൾക്ക് ഏറെ പ്രചോദനമേകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളെല്ലാം തന്നെ അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യകാരന്റെ കീർത്തി അങ്ങനെയാണ് ലോകം മുഴുവനും എത്തുന്നത്. പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം, അനർഘ നിമിഷം എന്നിവയാണ് ഈ അനശ്വര കഥാകാരന്റെ പ്രമുഖ കൃതികളിൽ ചിലത്. അന്യാദൃശ്യമായ പ്രമേയങ്ങൾ, അന്യോന്യമായ പാത്രസൃഷ്ടി, അനുപമമായ ആഖ്യാന ശൈലി എന്നിവയായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന സ്നേഹവായ്പയോടെ മലയാളികൾ വിളിച്ചിരുന്ന ബഷീറിന്റെ കൃതികളുടെ സവിശേഷത. പ്രണയം, ദാരിദ്ര്യം, പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിങ്ങനെ സുൽത്താന്റെ തൂലികയ്ക്ക് വിഷയീഭവിക്കാത്തതായി ഒന്നുമില്ല. ഉന്നത ജാതീയനായ കേശവൻ നായരുടെയും തൊഴിൽ രഹിതയായ ക്രിസ്ത്യൻ യുവതി സാറാമയുടെയും നർമ്മം തുളുമ്പുന്ന പ്രണയകഥയായ പ്രേമലേഖനത്തോടെയാണ് ബഷീർ സാഹിത്യ പ്രവേശനം നടത്തിയത്. പിൽക്കാലത്ത് മലയാളത്തിൽ വികാസം പ്രാപിച്ച പല ഭാവുകത്വധാരയുടെയും ആരംഭം കുറിച്ചത് ബഷീറായിരുന്നു. മലയാള പുരോഗമന സാഹിത്യത്തിന്റെ മുഖ്യ പ്രയോക്താക്കളിൽ ഒരാൾ കൂടിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ആയിരത്തി 1970 സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായി. 1982 പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം മഹാസാഹിത്യകാരനെ ആദരിച്ചു. അതേ വർഷം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. 1994 ജൂലൈ 5 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വർക്ക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ വീഡിയോസിനായിട്ട് അടുത്ത കാണുന്ന ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.